അനു, നിന്റെ ചേട്ടനാണോ ചേച്ചിന്റെ കല്യാണം മുടക്കിയത്? സത്യമായാലോ? എന്നെ കൊണ്ടൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കഥ കേട്ട നിനക്ക് എങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കണ്ട എന്റെ അവസ്ഥ എന്തായിരിക്കും ഊഹിച്ചൂടെ? അപ്പൊ ശരിക്കും ചേച്ചിയുടെ കല്യാണം മുടക്കിയത് നിന്റെ ചേട്ടനാണോ? അപ്പു ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്താന്ന് വിശ്വസിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൾ അതൊരിക്കലും കള്ളം പറയില്ലല്ലോ. നിന്റെ ചേട്ടന്റെ ക്യാരക്ടർ എന്താ ഇങ്ങനെ? ആ ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി അതാലോചിച്ച് തല പോയിക്കണ്ട. നമുക്കൊന്ന് പോണ്ടേ? നീ വാ, നമുക്ക് പോവാം. എന്റെ വീട്ടിലേക്കല്ല, മറിച്ച് നിന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കോ? അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എനിക്ക് നിന്റെ ഫാമിലിയിലെ എല്ലാവരും കാണണം, അത്ര തന്നെ. എന്നാ നീ വാ. അനു, നിന്റെ വലിയ ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യാ? എന്റെ ഊഹം ശരിയാണെങ്കിൽ പുള്ളിക്കാരിപ്പം സ്കൂളിലായിരിക്കും. നോക്കൂ മാം, ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു 9 വയസ്സുകാരൻ ചെയ്യുന്ന കാര്യമല്ല നിങ്ങളുടെ മോൻ ചെയ്തിരിക്കുന്നത്. അതും 1-2 തവണയല്ല ഇത്. എന്താ മാം, നിങ്ങൾക്കിപ്പോ ഒന്നും പറയാനില്ലേ? ഇത്രയും നേരം മിസ് പറഞ്ഞതൊക്കെ കേട്ടിരുന്നത് എന്റെ മാന്യത. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ മകന്റെ അടുത്താ. ബദ്രി, ഇവിടെ വാ. എന്താ മമ്മി? നീ എന്തിനാ റോഷത്തിനെ തല്ലിയത്? അവൻ എന്റെ അനിയനെ അടിച്ചു. ഇതൊന്നും 2 തവണയല്ല മമ്മി, അവനെ ഞാൻ 3 പ്രാവശ്യം വാൺ ചെയ്തതാ. എന്നിട്ട് അവൻ എന്റെ അനിയനെ അടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കെട്ടി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല മമ്മി. മിസ്സിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മാം, നിങ്ങൾ നിങ്ങളുടെ മോനെ ന്യായീകരിക്കുകയാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അവൻ ചെയ്യാനുള്ള കാരണം അത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ബദ്രി, ഇത് സ്കൂളാണ്. ഇവിടേക്ക് നിന്നെ ഞാൻ പറഞ്ഞത് പഠിക്കാനാ, അല്ലാണ്ട് കൂടെ പഠിക്കുന്നവന്റെ തല തല്ലി പൊളിക്കാനല്ല. റോഷിത്തിനോട് സോറി പറ. സോറി മമ്മി, ഞാൻ അവനോട് സോറി പറയില്ല. അവൻ തല്ലിയത് എന്റെ അനിയനാ. ഞാൻ അവന് 3 പ്രാവശ്യം വാണിംഗ് കൊടുത്തതാന്ന് ഞാൻ പറഞ്ഞു മമ്മി. ചേട്ടാ, സോറി പറയുന്നേക്ക്, ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. റോഷിത്, ഐ എം സോറി. നിന്നെ തല്ലിയത് എനിക്ക് കുറ്റബോധം തോന്നുന്നില്ല. കാരണം നീ തൊട്ടത് എന്റെ അനിയനാ. നീന്നല്ല, മറിച്ച് ആരെന്റെ അനിയനെ തൊട്ടാലും അവന്റെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കും. നീ 2 ദിവസം കഴിഞ്ഞു വരുന്നല്ലേ പറഞ്ഞത്? എന്താ പെട്ടെന്ന്? അത് ശരി, സ്വന്തം മോളൊരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് കാണുമ്പോ ഒരമ്മ ചോദിക്കേണ്ട ചോദ്യമാണതൊക്കെ. അമ്മയുടെ പൊന്നല്ലേ നീ. നീ വന്ന കല്ല് നിൽക്കാതെ കേറ്. അതെ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ഹായ് ആന്റി. മോളെ അഞ്ചു, സുഖല്ലേ നിനക്ക്? വന്ന കല്ല് നിൽക്കാതെ അകത്തേക്ക് കേറി രണ്ടുപേരും. ചെറിയമ്മേ. ബബ്ലു, ബട്ടു. എന്തുവാടി ഇത് ബബ്ലും ബട്ടും ഒക്കെ? വേറൊരു പേരും കിട്ടില്ല നിനക്ക്? അത് ഇവർക്ക് ഞാനിട്ട പേരാ. ഞാനല്ലാതെ വേറെ ആരും അവരെ വിളിക്കാറില്ല. അതെനിക്ക് കേട്ടപ്പോ തോന്നി നിനക്ക് എമ്മാരി വൃത്തിയായിട്ട പേരൊക്കെ പിള്ളേർക്ക് ഇടാൻ വെച്ചുള്ളൂ. ചെറിയമ്മേ, ചോക്ലേറ്റ് താ. ചോക്ലേറ്റ് ഒക്കെ ഞാൻ തരാം. നിങ്ങളുടെ മമ്മിയോടെ? മമ്മി റൂമിലുണ്ട്, ഫുള്ള് കലിപ്പ. നിന്റെ അടുത്ത് ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളു ബദ്രി. അപ്പൊ ചെറിയമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ആ, എന്നെ അച്ഛൻ വിളിച്ചായിരുന്നു. അച്ഛൻ വിളിച്ചപ്പോ കാര്യമൊക്കെ പറഞ്ഞു. അതെ, വിശേഷം പറച്ചിലൊക്കെ പിന്നെ വാ. രണ്ടുപേരും പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. അനു, അക്കു ചേച്ചി. ഹായ് അഞ്ജു. ഹായ് ചേച്ചി. സുഖല്ലേ ചേച്ചി? ഒരു ബുദ്ധിമുട്ടുമില്ല, സുഖസുന്ദരമായിട്ട് പോകുന്നു. രണ്ടുപേരും വാ, നമുക്ക് ഫുഡ് കഴിക്കാം. ഈ വീട്ടിൽ ആരും ഇല്ലേ? ഇവിടെ എന്തത്ര ശാന്തത? ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താന്ന് റൂമിന്റെ പുറത്ത്? മമ്മി ഫുള്ള് കലിപ്പാ പപ്പേ. സ്വാഭാവികം. എന്താ ഇന്നത്തെ വിഷയം? ചേട്ടൻ റോഷിത്തിന്റെ തല തല്ലി പൊളിച്ചു പപ്പ. അതെ പപ്പ, റോഷിത്ത് എന്നെ ബാത്റൂമിൽ വഴക്ക് പറഞ്ഞു. ഞാൻ റോഷിത്തിന് വഴക്ക് പറഞ്ഞു. അതിനവൻ എന്നെ പിടിച്ച് തള്ളി താഴെ ഇട്ടു. അത് കണ്ട് ചേട്ടൻ അവന്റെ തലക്കിട്ട് ബക്കറ്റ് കൊണ്ട് അടിച്ചു. ദൈവമേ, ഞാനിത് എന്താ കേൾക്കുന്നു? ബദ്രി, പപ്പ പ്ലീസ്. മമ്മിയുടെ വക മമ്മി കൊറേ പറഞ്ഞതാ. ഇവിടെ വന്ന് കയറിയപ്പോ അച്ഛനും അച്ഛമ്മയും പിന്നെ ആന്റി വരെ പറഞ്ഞു. ഇനി പപ്പയുടെ വക കൂടി തുടങ്ങല്ലേ. നീ എന്താ ബദ്രി വിചാരിച്ചിരിക്കുന്നത്? പപ്പേ, ചേട്ടനെ വഴക്ക് പറയല്ലേ. എല്ലാരും ചേട്ടനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇത്തവണ ചേട്ടന്റെ ഭാഗത്തല്ല തെറ്റ്, അവന്റെ ഭാഗത്താ തെറ്റ്. പ്ലീസ് പപ്പ, ചേട്ടനെ വഴക്ക് പറയല്ലേ. ഇനിയിപ്പൊ ഞാനെന്ത് പറയാനാ?
എല്ലാരും വകയും കേൾക്കണ്ടൊക്കെ കേട്ടല്ലോ. ബദ്രി, ഡോണ്ട് റിപ്പീറ്റ്. ഇവനെ ഞാറ് തൊട്ടാലും ഞാൻ തിരിച്ചു തല്ലോ. പപ്പേ, ഇവിടെ നിന്ന് കച്ചറ ഉണ്ടാക്കാതെ അമ്മയുടെ പിണക്കം മാറ്റാൻ വായോ. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ രണ്ടും ഒപ്പിച്ചതല്ലേ, അപ്പൊ നിങ്ങൾ രണ്ടു തന്നെ സോൾവ് ചെയ്താൽ മതി. അയ്യോ പപ്പ, അങ്ങനെ പറയല്ലേ. മമ്മി ഫുള്ള് കലിപ്പ. മമ്മിയുടെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല. പപ്പ ഒന്നെ നടക്ക്, ഞങ്ങൾ പിന്നാലെ വരാം. എന്തുണ്ടെങ്കിലും ഞങ്ങൾ പപ്പന്റെ കൂടെ നിൽക്കും. ഉറപ്പല്ലേ? അതിന് വല്ല സംശയമുണ്ടോ പപ്പയ്ക്ക്? നിന്നെ എനിക്ക് ഒരു സംശയമില്ല മോനെ. നിന്റെ കൂടെ നിൽക്കുന്ന ഇവ ഉണ്ടല്ലോ, എനിക്ക് ഇവനെയാ പേടി. പപ്പേ, പപ്പയുടെ തൊട്ടു ബാക്കിൽ ഞാനുണ്ടായിരിക്കും. ഇത് ഈ ഭഗത്തിന്റെ വാക്കാ. Then follow me. ലച്ചുമ്മ, എന്താ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടത്? ദൈവം ഇത് കടിക്കൂ. നിങ്ങളിത് എന്താലോചിച്ചിരിക്കുക? ഏയ്, ഞാനെന്താ ആലോചിച്ചിരിക്കാൻ? നിനക്ക് സുഖല്ലേ? എടി, നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാത്ത കാര്യം പറ. കാര്യം എന്താ നിങ്ങൾക്ക് അറിയില്ലല്ലേ? നിങ്ങൾക്ക് അറിയില്ലല്ലേ? ദേവേട്ടാ, നിങ്ങൾ അവർക്ക് വക്കാലത്ത് പറയാൻ വേണ്ടി വന്നതാണെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ അവർക്ക് വക്കാലത്ത് പറയാൻ വേണ്ടി വന്നതല്ല. പക്ഷെ ഇപ്പൊ ചെയ്ത് തെറ്റുണ്ടല്ലോ, അത് നീ ഒന്ന് ക്ഷമിക്ക്. ഇനി ഒരിക്കലും അവനത് ആവർത്തിക്കൂല. അവരിനി അത് ഒരിക്കലും ആവർത്തിക്കില്ല എന്നുള്ളത് ദേവേട്ടന് വല്ല ഉറപ്പും തരാൻ പറ്റുമോ? 100% എനിക്ക് ഉറപ്പ് തരാൻ കഴിയും. ചെയ്തത് തെറ്റാണെന്നുള്ളത് ഇപ്പൊ അവന് നന്നായിട്ട് അറിയാം. നീ ഇവന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ഇവരിതവിടെ പോയി. നിങ്ങളിത് ആരെ നോക്കുന്നത്? ശിവനെ, എന്റെ പല്ലുന്നതെങ്കിൽ ഇവള് ബാക്കി വെച്ചാ മതിയായിരുന്നു. ആഹാ, എന്താ ചിരി? രണ്ടും കൂടെ എന്റെ മോൻകിട്ട് പണിത് വന്നിരിക്കുകയാണല്ലേ. മമ്മിയെ സോപ്പിടാൻ പപ്പയെ കൊണ്ടേ പറ്റൂ. അതിന്റെ ഇടയിൽ ഞങ്ങൾ കയറിയാ ശരിയാവില്ലല്ലോ. ആ പറഞ്ഞ ശരിയാ. തൽക്കാലം എന്റെ രണ്ട് മക്കളും വാ, നമുക്ക് കിടന്നുറങ്ങാം. ഹലോ ഹലോ, ആരാ ഇത്? അഭേട്ടാ, ഹലോ, ആരാ? ഞാൻ അനുവാണ്. അരുന്ധതി. അരുന്ധതി എന്താ വിളിച്ച്? അഭേട്ടാ പ്ലീസ്, എത്ര നാളായി. ഇനി എന്തിനെന്തെങ്കിലും അവോയ്ഡ് ചെയ്യുന്നത്? അരുന്ധതി, ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. അഭേട്ടാ പ്ലീസ്, കോൾ കട്ട് ചെയ്യല്ലേ. ഇനി എന്നെക്കൊണ്ട് വയ്യ. നീ അരുന്ധതി, ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ തിരക്കിലാണ്, പിന്നെ വിളിക്കാന്നുള്ളത്. എനിക്കറിയാം നിങ്ങൾ എന്നെ വിളിക്കില്ലെന്ന്. ഞാൻ കുറച്ച് സമയമല്ലേ ചോദിക്കുന്നുള്ളൂ. പറ, നിനക്കെന്താ പറയാനുള്ളത്? എന്തിനാ അഭേട്ടാ ഒരാള് ചെയ്ത തെറ്റിന് എല്ലാരും ഇങ്ങനെ ഒരുപോലെ ശിക്ഷിക്കുന്നത്? തെറ്റ് ചെയ്ത ആൾക്ക് അത് തെറ്റാന്ന് തിരിച്ചറിയാത്ത അത്രയും കാലം നീ പറഞ്ഞതിന് ന്യായീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ നീ പറഞ്ഞ പോലെ എല്ലാവരും ഞാൻ ശിക്ഷിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നെന്റെ ചേച്ചി ആ വീട്ടിലുണ്ടാവില്ല. അത് നീ ഓർക്കണം. സോറി അഭേട്ടാ, സോറി. ഞാൻ എന്റെ ഉള്ളിലെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് മനസ്സിലാവരുന്നത്. തൽക്കാലം നീ ഫോൺ വെക്ക്, എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്തിനാണ് നിന്നെ വാല്യൂ ചെയ്തൊരു പേഴ്സന്റെ പിന്നാലെ നീ ഇങ്ങനെ പോകുന്നത്? ആ പേഴ്സന്റെ വാല്യൂ എനിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും കേട്ടോ അയാളുടെ പിന്നാലെ വീണ്ടും വീണ്ടും നടക്കുന്നത്. അനു, ഐം സോറി. ഞാൻ നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കുറെ കൊല്ലായാലും ഞാനിത് കാണുന്നു, അതുകൊണ്ട് പറഞ്ഞതാടി. നീ സോറി ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവും. നീ വാ, നമുക്ക് അകത്തേക്ക് പോവാം. കഴിഞ്ഞില്ല നിന്റെ പണിയൊന്നും? കയ്യാറായി. എന്താ ഉറക്കം വരുന്നുണ്ടോ? ഇന്നുറങ്ങിയാ ശരിയാവൂല. എന്ത്? അല്ല, കൊറേ ദിവസായേ ശരീരമൊക്കെ ഒന്ന് അനങ്ങിട്ടെ. അതിന് നടു നിർത്തി ഒന്ന് പണിയെടുത്താക്ക കൊള്ളായിരുന്നു. അശീ, എനിക്ക് പോ മനുഷ്യ ഇവിടുന്ന്. എത്തുവാ ലക്ഷ്മി, എത്ര നാളായിടി, മാസങ്ങളോളായി. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഒന്ന് എനിക്ക് പോയേ. അല്ല പിന്നെ അമ്മയുടെ ഒരു കൊഞ്ചല്. എന്തുവാടി, കഷ്ടമുണ്ടടി. നിന്നെ വല്ല ആണ്ടിനോ ആണ്ടൃതിക്കോ ഒറ്റയ്ക്ക് കിട്ടാറുള്ളൂ. 24 മണിക്കൂർ ഒന്നെങ്കിൽ മൂത്തത് അല്ലെങ്കിൽ ഇളയത്, ഏതെങ്കിലും ഒന്നും നിന്റെ പിന്നാലെ ഉണ്ടാകും. അതിന്റെ ഇടയിൽ എന്നെ ഒന്ന് പരിഗണിക്കടി. നിങ്ങളൊന്ന് പരിഗണിച്ചതിന്റെ എഫക്റ്റ് ആണ് ഇവിടെ 2 ആയത്. ഇനി ഞാൻ പരിഗണിക്കാൻ നിന്നാ ശരിയാവൂല. നീ പരിഗണിച്ചേ പറ്റൂ. എനിക്കൊരു മോളും കൂടെ വേണം.
ചിരിക്കുന്നോ? അപ്പേ ചിരി സമ്മതമായിട്ട് ഞാൻ അങ്ങ് കൂട്ടട്ടെ? വേണമെന്നില്ല. ഇതിപ്പോ നീ വേണ്ടെന്ന് പറഞ്ഞാലും ഞാനിത് സമ്മതമായിട്ട് കൂട്ടും. ഇവിടെ പാടി. എന്താ ഇങ്ങനെ നോക്കുന്നേ? കൊറേ ആയില്ലേ നിന്നെങ്ങനെ എടുത്തു കണ്ടിട്ട്. ഐ റിയലി മിസ് യു. ദേവടാ, ഡോറിനാണ് തട്ടുന്നുണ്ട്. ഞാൻ പോയി ഡോർ തുറക്കട്ടെ. ഒന്ന് മാറി. തൽക്കാലം നീ എങ്ങോട്ടും പോണ്ട. വാതിൽ തുറക്കാതാകുമ്പോ അവരങ്ങ് പൊക്കോളും. ഒന്ന് മാറി നിൽക്കുക മനുഷ്യ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കട്ടെ. ആരാണോ ഈ നേരത്ത് എന്റെ കഞ്ഞിയിൽ പാറ്റിടാനായിട്ട്? ആരാ? എന്താ ഇവിടെ? മമ്മി. മമ്മിയൊന്നും ഇവിടെ ഇല്ല. പൊക്കോ പൊക്കോ, രണ്ടുപേരും പൊക്കോ. എനിക്ക് മമ്മീന്റെ കൂടെ കിടക്കണം. എനിക്കും. എന്നെ അവിടെ ഒറ്റയ്ക്കേക്ക് മുങ്ങിയതല്ലേ, അതുകൊണ്ട് ഒരാഴ്ചക്ക് ഈ റൂമിന്റെ പരിസരത്ത് വന്നു വരുത്. ഒന്ന് പോയാപ്പാ എല്ലാം പിന്നെ. അന്ന് രാത്രി വരെയൊക്കെ കിടന്നുറങ്ങിയാ മതിയായിരുന്നു. പുല്ല്. എന്താ ഏട്ടാ, നിങ്ങൾ ഉറങ്ങുന്നില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ ഇന്ന് ബദ്രി ചെയ്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതിലെന്താ അത്രമാത്രം ചിന്തിക്കാനുള്ളത്? നീ മറന്നതാണോ അതോ മനഃപൂർവ്വം ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് അപ്പു എന്താണോ ചെയ്തത് അത് തന്നെയാണ് ബദ്രി ഇപ്പൊ ചെയ്യുന്നത്. പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ അച്ചുവിന്റെ തലയ്ക്ക് പന്ത് കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് അപ്പു ആ ചെക്കനെ ചെയ്തത് എന്താന്ന് നീ മറന്നു? പന്തെറിഞ്ഞവന്റെ കണ്ണാണ് അവൻ കുത്തിപ്പൊട്ടിച്ചത്. ബദ്രിയിൽ എനിക്കിപ്പോ കാണാൻ കഴിയുന്നത് ആ പഴയ അപ്പുവിനെ തന്നെയാ. അനു, നീ ഉറങ്ങിയോ? ഇല്ല. എന്താ അന്നവിടെ എന്താ സംഭവിച്ചത്? നീ ഇതുവരെ അത് വിട്ടില്ലേ? എനിക്ക് മുഴുവൻ കഥ അറിയണം, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുള്ളൂ. മര്യാദയ്ക്ക് പറഞ്ഞു. ഓ, ഈ പെണ്ണിനെ കൊണ്ട്. നീ എന്നെ നോക്കി നിൽക്കാതെ കാര്യം പറ. ചേട്ടനാണ് എല്ലാം ചെയ്തതെന്ന് അറിഞ്ഞപ്പോ അച്ഛനും അമ്മയും ചേട്ടൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. അഭിയേട്ടൻ ചേട്ടനെ തല്ലു വരെ ചെയ്തു. അപ്പോഴും അച്ചുചേട്ടനൊന്നും പറഞ്ഞില്ല. ആൾ കംപ്ലീറ്റ് ആയിട്ട് സൈലന്റ് ആയി നിന്നു. എന്തിനാണ് അന്ന് അങ്ങനെ നിന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആൾക്കൂട്ടത്തിനിടയിൽ അമ്മ ചേച്ചിന്റെ അച്ഛന്റെ ഫ്രണ്ട് മിസ്റ്റർ വേണു അങ്ങയുടെ മോനായിട്ട് ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു. ചേച്ചിക്ക് സമ്മതമല്ലാന്ന് ചേച്ചി ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷെ അത്ര ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് തല താത്താൻ കഴിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചേച്ചി അതിന് സമ്മതം പറഞ്ഞു. ഞാൻ നിന്റെ അടുത്ത് രാവിലെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ളത്? അത്രയും നേരം എന്റെ ചേട്ടനല്ല ചെയ്തതെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ടാ എല്ലാം തകർന്നു വീണത്. ഇത്രയും ഞാൻ ചെയ്തത് അവക്ക് വേണ്ടിട്ടാ. അതിനിടയിൽ നീ വിലങ്ങ് തടിയായി വന്ന പിന്നെ നിന്നാരും ജീവനോടെ കാണൂല മോനെ. ബദ്രിക്ക് സമ്മതമാണെങ്കിൽ അവളെ ഞാൻ കെട്ടുക തന്നെ ചെയ്യും. തന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് താനങ്ങ് ചെയ്യണോ? എടാ കിഷോര, നീ ഇങ്ങ് വന്നേ. ചേട്ടാ, ചേട്ടനെന്താ ഇവിടെ? ആഹാ, ആരിത്? ഇവൻ നിന്റെ ഫ്രണ്ടാണോടാ? അതെ ചേട്ടാ, എന്റെ ഫ്രണ്ടാ. എന്താ ചേട്ടാ? ഫ്രണ്ടിനോട് പറ ജീവൻ വേണമെങ്കിൽ എന്റെ കൺമുന്നിന്ന്, അല്ലല്ല ഈ കല്യാണ വീട്ടിൽ നിന്ന് തന്നെ പോവാൻ. എടാ കിഷോറെ, നീ ഇങ്ങ് വന്നേ. നിനക്ക് എന്താ ഏതാന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും പറഞ്ഞ വാർത്ത എങ്ങനെയായിരുന്നു? വേണു സാറിന്റെ മോന് ഭദ്ര ചേച്ചിയെ കെട്ടാൻ പറ്റില്ലാന്ന്. ഒരുത്തൻ കെട്ടാൻ വേണ്ട വെച്ച പെണ്ണിന് അവൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നായിരുന്നു. ആ ചർച്ച മണ്ഡപം ആകെ അറിഞ്ഞു. എല്ലാരും ഭദ്ര ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലാക്കി തീർത്തു. അന്ന് ആൾക്കൂട്ടത്തിൽ ആ തിരക്കിന്റെ ഇടയിൽ എന്റെ അമ്മ പറഞ്ഞു, ഭദ്രയുടെ കല്യാണം എന്റെ ചേട്ടൻ കാരണം മുടങ്ങിയതാണെങ്കിൽ അവളെ എന്റെ മോൻ തന്നെ കല്യാണം കഴിക്കുന്നത്. എന്റെ അമ്മയുടെ ആ വാക്കിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഭദ്ര ചേച്ചിയായിരുന്നു. നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങളുടെ മോനെ കൊണ്ട് എന്റെ പെങ്ങളെ കെട്ടിക്കാനോ? അതേ നല്ലത് ഇവിടെ വല്ല പൊട്ടക്കിണറ്റിൽ ഞാൻ കൊണ്ടിടുന്നതാ. മോൻ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ എന്റെ മോൻ കാരനാണല്ലോ ഇപ്പൊ ഈ ഗതി വരുന്നത്. അതിന് പരിഹാരം ഞങ്ങളല്ലേ കണ്ടെത്തേണ്ടത്. നിങ്ങൾ എന്ത് പരിഹാരം കണ്ടെത്തുന്നു എന്നറിയില്ല. നിങ്ങളുടെ മോനെ കൊണ്ടാണ് എന്റെ പെങ്ങളെ കെട്ടിക്കാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ അതൊരിക്കലും നടക്കൂല. അബി, അമ്മ ഒന്നും മിണ്ടാതിരുന്നേ.
ഇവര് പറഞ്ഞ അങ്ങനെ എല്ലാ കാര്യവും സമ്മതിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. അക്കു ചേച്ചിന്റെ കല്യാണം അത് ഇവിടെ നടക്കും. ഭദ്രയും അഗ്നിയും തമ്മിലുള്ള കല്യാണം അത് ഇവിടെ ഒരിക്കലും നടക്കില്ല. അബി, മോനെ നീ എന്താ ഈ പറയുന്നത്? ഇത്രയും ആൾക്കാർ എന്റെ മോളെ കുറിച്ച് പറയണമെന്ന് നീ കേൾക്കുന്നില്ലേ? അച്ഛാ, അച്ഛൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. പക്ഷെ നാട്ടുകാർ എന്റെ മക്കളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് കേട്ടിരിക്കാനുള്ള ത്രാണി അച്ഛനില്ല. അബി, മോന് ഞാനൊരു ഉറപ്പ് തരാം. അവക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. എന്റെ മോളെ പോലെ ഞാൻ അവളെ നോക്കിക്കോളാം. അപ്പൊ എല്ലാരും നിർബന്ധിച്ചിട്ടാണോ ചേച്ചി ചേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? ആ പാവത്തിന് വേറൊരു വഴി ഇല്ലായിരുന്നടി. എന്നിട്ട് നീ ബാക്കി പറ. ഹലോ എടാ നാറി, എനിക്ക് തരാവുന്നതിലും വെച്ച് 8ന്റെ പണി അവിടെ പറ്റി ഇന്ന് തന്നത്. സോ സോറി അളിയ. ദേ കിടന്ന് കിണിക്കാൻ നിക്കല്ലേ. ധ്രുവ, അവൻ ഓക്കെ അല്ലേ? പിന്നെ നല്ല ഓക്കെയാ. ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. ചോരത്തിളപ്പ് അത്ര തന്നെ, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ പട്ടിണി കിടന്ന് ശീലമില്ലാത്ത മുതലാ. സമയത്തിന് ഫുഡ് കൊടുക്കണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായി അവിടുത്തെ കാര്യങ്ങള്? അതൊക്കെ സെറ്റാണ്. കെട്ടിന് മുന്നേ നീ ഇവിടെ എത്തുവോ? ദേ അളിയാന്ന് വിളിച്ച് നോവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് നീ. എന്നാ ശരി മുത്തേ, ചേട്ടന് കുറച്ച് പണിയുണ്ട്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേട്ടാ. ചേട്ടൻ ഇത്രയും വരെ തെണ്ടിത്തരം ചെയ്യുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തിനാ പാവ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ നിൽക്കുന്നത്? നീ ഭാരിച്ച കാര്യങ്ങളൊന്നും ഇടപെടാതെ നീ നിന്റെ പണി നോക്കി പോവാനു. മക്കളെ വാ, നമുക്ക് ഇറങ്ങാം. ഹലോ മിസ്സിസ് അഗ്നിദേവ് വർമ്മ. നിനക്കിപ്പൊ സമാധാനമായോ? പറ അഗ്നി, നിനക്കിപ്പൊ സമാധാനമായോന്ന്? എന്റെ ജീവിതം വെച്ച് കളിക്കാൻ മാത്രം ഞാൻ ഇത് തെറ്റാണോ തന്റെ അടുത്ത് ചെയ്തത്? താൻ എന്താ എന്റെ ചേച്ചിനെ ചെയ്തത്? ഒന്ന് പറ. എന്റെ മുന്നിൽ തടസ്സമായിരുന്നത് അവനെ ഞാനങ്ങ് കൊന്നു. എന്താ ഇത് പറഞ്ഞേ? ചെറിനെന്താ പറ്റി? പറ, അവന് നീ എന്താ ചെയ്തത്? കരയല്ല ഭദ്ര, നീ അവന് വേണ്ടി എന്താ കരയുന്നത്? നീ എനിക്ക് വേണ്ടി കരയും. എനിക്ക് വേണ്ടി മാത്രം നീ കരഞ്ഞാ മതി. നിനക്ക് വേണ്ടി കരയാനും നിനക്ക് വേണ്ടി ചിരിക്കാനും നീ എന്റെ ആരുമല്ല. പിന്നെ നിനക്ക് വേണ്ടത് എന്റെ ശരീരമാണെന്ന് എനിക്കറിയാം. താലി കെട്ടിയെന്ന അവകാശത്തിന് പുറത്ത് നിന്റെ ചെറുവിരലെങ്ങാൻ എന്റെ ദേഹത്ത് തൊട്ട് നിന്റെ മുന്നിൽ കിടന്ന് ഈ ഭദ്ര ഇല്ലാതാകും. നീ അത് ഓർത്തോ? എന്താ നീ ഇപ്പൊ പറഞ്ഞ്? താലി കെട്ടിയ പേരില് എന്റെ ചെറുവിരലങ്ങാനും നിന്റെ ദേഹത്ത് തൊട്ട നീ ഇല്ലാതാവും അല്ലേ? Then do it. എന്താടി പുല്ലേ, നിനക്കിപ്പോ ചാവണ്ടേ? ചാവണ്ടേന്ന് പറഞ്ഞത്. എന്റെ ചെറുവിരല് മാത്രമല്ല ഭദ്ര, എന്നിലെ വിയർപ്പും ഉമിനീരും എല്ലാം നിന്റെ ശരീരത്തിൽ ഇനി അലിഞ്ഞു ചേരും. അത് തടയാൻ നിനക്കിനി ഒരിക്കലും കഴിയില്ല ഭദ്ര. ബിക്കോസ് നൗ യു ആർ മൈ വൈഫ്. അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭദ്ര ജീവനോടെ ഇരിക്കില്ല. Are you sure for that? നിന്റെ ബ്ലഡിന് പോലും ഇത്ര ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഐ റിയലി ലൈക്ക് ഇറ്റ്, യു നോ. എനിക്കിപ്പോ പോയിട്ട് ഒരു ചെറിയ പണിയുണ്ട്. ഞാൻ പോയി വരുമ്പോഴത്തേക്കും എന്റെ ഭാര്യ
ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനുള്ളതാ. അപ്പോ ഞാൻ നിന്റെ ആരാ? അതെന്ത് ചോദ്യാ പെണ്ണെ, നീ എന്റേതല്ലടി. Sometimes I feel like I miss you, but I hate you, Mr. Agnidev Verma.